ഹലോ ഓൾ. ഇന്ന് നമ്മൾ SCERT 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 2ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൽത്താനേറ്റ് കാലഘട്ടവും ആ സമയത്തെ അവരുടെ അധികാര കേന്ദ്രങ്ങളെയും ഒക്കെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 2ാമത്തെ യൂണിറ്റിൽ നമ്മൾ മധ്യകാല ഇന്ത്യയിലെ സമൂഹം, വിഭവം, വിനിമയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശരി. അപ്പം നമ്മൾ 2ാമത്തെ യൂണിറ്റിൽ ഇൻട്രോ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ പേപ്പർ കട്ടിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാബർനാമ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ചെറിയ കട്ടിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഹിന്ദുസ്ഥാൻ ഒരു അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. അപ്പം ഇതൊരു ഇൻട്രോ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കട്ടിങ്ങോ ഇവിടെ ഏതെങ്കിലും ഒരു ലൈനൊക്കെ തന്നിട്ട് ഇത് ഏത് പുസ്തകത്തിലെ പ്രതിപാദിക്കുന്നതാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടണമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ബാബർനാമ എന്ന് പറയുന്ന പുസ്തകത്തിലെയാണ്. ശരിക്കും ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായിട്ടുള്ളൊരു പുസ്തകമായിരുന്നു ബാബർനാമ. ഇതിനകത്ത് നമുക്ക് ഇന്ത്യയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിപ്പം അതായത് ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണെന്നുള്ളതും ഇവിടുത്തെ ചെടികളായാലും ജനങ്ങൾ, ഭാഷകൾ ഇതെല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്നും വൈവിധ്യമാർന്നവയാണെന്നുമുള്ളൊരു പ്രതിപാദ്യമാണ് ബാബർനാമയിൽ ഈ ഒരു കട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചിരിക്കാം. ഏത് പുസ്തകത്തിലെ വരികളാണെന്നുള്ളതാണ് നമുക്ക് ഇതിപ്പം ഇതെവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യനൊക്കെ കണ്ടു കഴിയുമ്പം. ശരിക്കും ഇത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ശരിക്കും ഇങ്ങനെയുള്ള ഇന്ത്യയിലെ ആ സമയത്ത് ഉണ്ടായിരുന്ന വൈവിധ്യങ്ങളും വിഭവങ്ങളെയൊക്കെ പറ്റിയിട്ട് ആ സമയത്ത് മധ്യകാല സമയത്ത് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് സഞ്ചാരികൾ അവരുടെ പുസ്തകങ്ങളിലും വിവരണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ശരിക്കും ഇത്തരത്തിൽ ഇന്ത്യയിലുള്ള ഒരുപാട് വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ശരിക്കും ഒരുപാട് സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. അപ്പം മധ്യകാല ഇന്ത്യയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളും തന്നെയാണ്. ഓർത്തു വയ്ക്കുക, ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ്. അപ്പം ആ സമയത്തെ മധ്യകാല ഇന്ത്യയിലെ സാമ്പത്തിക അവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള സഞ്ചാരികളുടെ അവരുടെ പുസ്തകങ്ങളിലൂടെയും അവരുടെ കുറിപ്പുകളിലൂടെയും ഒക്കെയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ സമയത്തുള്ള ചില തൊഴിലുകൾ, അതുപോലെ അന്നത്തെ കൃഷി എങ്ങനെയായിരുന്നു, രീതികൾ എങ്ങനെയായിരുന്നു, അതുപോലെ ആ സമയത്ത് നിലനിന്നിരുന്ന തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ അൽ-ബറൂണിയുടെ ഒരു വിവരണത്തിൽ ഒരു കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കണം. വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. അൽ-ബറൂണി എന്ന സഞ്ചാരിയുടെ അദ്ദേഹം ശരിക്കും മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഒരു സഞ്ചാരിയായിരുന്നു അൽ-ബറൂണി. അദ്ദേഹത്തിൻ്റെ വിവരണത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, അൽ-ബറൂണിയുടെ വിവരണത്തിൽ പരാമർശിച്ചിട്ടുള്ള തൊഴിലുകളും നികുതികളും ഏതൊക്കെയാണെന്ന്. അപ്പം ഏതൊക്കെ തൊഴിലുകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ശരിക്കും ധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന പണിക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കന്നുകാലി മേയ്ക്കുന്നവരെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഇവരൊക്കെ ആ സമയത്ത് ഭരണാധികാരികൾക്ക് ആ ഭൂമിയുടെ കരവും അതുപോലെ മേച്ചിൽ കരവും ഒക്കെ കൊടുക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്നവർ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് ഭരണാധികാരികൾക്ക് നികുതി അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കണം. അപ്പം ഇത്തരത്തിലാണ് ആ സമയത്ത് നിലനിന്നിരുന്ന ചില തൊഴിലുകളെയും നികുതികളെയും ഒക്കെ പറ്റിയിട്ട് അൽ-ബറൂണി പറഞ്ഞിട്ടുള്ളത്. മധ്യ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം, സഞ്ചാരിയായിരുന്നു. ഇനി മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ ആ സമയത്ത് കൃഷിയായിരുന്നു. ഇപ്പോഴും ശരിക്കും ഇന്ത്യൻ എക്കണോമിയിൽ മേജർ പാർട്ട് വഹിക്കുന്ന ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നതൊക്കെ കൃഷി തന്നെയാണ്. നമ്മുടെ പ്രൈമറി മേഖലയൊക്കെ നമ്മൾ കൃഷി പറയാറുണ്ട്. അപ്പം അത് മധ്യകാല ഇന്ത്യയിലായാലും ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. ശരിക്കും അവർ ആ സമയത്ത് കൃഷി ചെയ്തിരുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുത്തി, നമ്മുടെ കോട്ടൺ, അതുപോലെ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു പ്രധാന വിളകൾ. ഏതൊക്കെയായിരുന്നു? പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയൊക്കെയായിരുന്നു പ്രധാന വിളകൾ. ശരിക്കും ആ സമയത്തൊക്കെ കൃഷിക്ക് അനുയോജ്യമായിട്ട് ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊന്നും എല്ലാ കൃഷിക്കാർക്കും എത്തിപ്പെടാനോ കൃഷി ചെയ്യാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അത്തരത്തിൽ ഒരുപാട് ഭൂമി അവിടെ ഉണ്ടായിരുന്നു. അതായത് തരിശായിട്ട് കിടക്കുന്ന ഭൂമി ധാരാളമായിട്ട് ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, മധ്യകാല ഇന്ത്യയിൽ. അപ്പം അത്തരത്തിലുള്ള ഭൂമിയിൽ ആരാണോ ആദ്യം കൃഷി ചെയ്യുന്നത് അവർക്ക് തന്നെ അതിൻ്റെ ഉടമസ്ഥാവകാശം കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റം നിലനിന്നിരുന്നു
വന്നിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് കർഷകർക്ക് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കാർഷിക പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ ചില നടപടികൾ സ്വീകരിക്കാനായിട്ട് തുടങ്ങി. അവയിൽ പ്രധാനപ്പെട്ട 3 പറയുന്നുണ്ട്. എന്താണ് ഭരണാധികാരികൾ ചെയ്തത്? ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, അതുപോലെ വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. അപ്പം ഇത്തരത്തിലാണ് കർഷകരെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഭരണാധികാരികൾ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. അവ ഏതൊക്കെയാണ്? ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. ഈ 3 പോയിന്റും കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇതിലില്ലാത്തൊരു പോയിന്റ് കൊടുത്തിട്ട് ഇതിൽ കൂടുതൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം എന്തൊക്കെയാണ് ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ? ജലസേചന സൗകര്യങ്ങൾ, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. അതുപോലെ തന്നെ ആ സമയത്ത് മധ്യ കാലഘട്ടത്തിൽ ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അവർക്കൊക്കെ വേതനമായിട്ട് നമ്മളിപ്പം സാലറി ശമ്പളമൊക്കെ കൊടുക്കുന്നതിന് പകരം അവർ ആ സമയത്ത് ഭരണാധികാരികൾ ഭൂമിയാണ് ഉദ്യോഗസ്ഥർക്ക് പതിച്ചു കൊടുത്തിരുന്നത്. ഓക്കെ, ഈ ഒരു സമ്പ്രദായത്തിന് ഒരു പേരുണ്ട്. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇത് ഇഖ്ത എന്നറിയപ്പെട്ടിരുന്നു. എന്നാൽ മുഗൾ കാലഘട്ടത്തിൽ ഇത് ജാഗിർദാരി എന്നറിയപ്പെട്ടിരുന്നു. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ജാഗിർദാരി? മുഗൾ കാലഘട്ടത്തിലെ ജാഗിർദാരി അല്ലെങ്കിൽ സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഇഖ്ത എന്ന് പറയുന്ന സമ്പ്രദായം എന്താണ്? ആ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായമായിരുന്നു സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇഖ്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെട്ടിരുന്നത്. ഓക്കെ ആണല്ലോ, നോർത്ത് വയ്ക്കുക ജാഗിർദാരി ഇഖ്തയൊക്കെ. പിന്നെ കൃഷിയോടൊപ്പം തന്നെ ആ സമയത്ത് ഒരുപാട് കാർഷികോപകരണങ്ങളൊക്കെ വേണമല്ലോ, കൃഷിനെ ഒരുപാട് നല്ല വിളവുണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണമായാലും കൈത്തൊഴിലുകളായാലും ഒക്കെ ഗ്രാമങ്ങളിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നായിരുന്നു നെയ്ത്തും മറ്റ് കൈത്തൊഴിലുകളും. അത് ശരിക്കും പട്ടണങ്ങളിലെ പ്രധാന തൊഴിലായിരുന്നു. ഗ്രാമങ്ങളിൽ ഈ കാർഷികോപകരണങ്ങളും കൃഷിയും ഒക്കെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ പട്ടണത്തിൽ എന്തായിരുന്നു? നെയ്ത്തും മറ്റ് കൈത്തൊഴിലുകളും ഒക്കെയായിരുന്നു. അപ്പം ഈ ഗ്രാമീണ ജനത ശരിക്കും അവർ പരുത്തി, നീലം, പട്ടുനൂല് അതൊക്കെ ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിക്കുമായിരുന്നു അല്ലേ കൃഷിയിലൂടെ. എന്തൊക്കെയാണ്? പരുത്തി, നീലം, അതുപോലെ പട്ടുനൂല്. അപ്പം ഇത്തരത്തിൽ ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വിഭവങ്ങൾ ആയ പരുത്തി, നീലം, പട്ടുനൂല് ഇതൊക്കെ നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കുകയുണ്ടായി. പിന്നെ എന്താ ചെയ്തത്? ഇന്ത്യൻ നെയ്ത്തുകാർ ശരിക്കും വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളൊക്കെ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. അതുപോലെ ആ സമയത്ത് നമ്മൾ ഈ ചർക്കയിലൊക്കെ ആയിരുന്നു നൂലൊക്കെ നൂറ്റിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം തുണി നെയ്ത്തിന് അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ പോലെ ചർക്കയും തറികളും ഒക്കെ പറയുന്നത്. അതുപോലെ തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചിട്ടൊക്കെ ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടുകയുണ്ടായി. അപ്പം ഇതൊക്കെയാണ് ചെറിയ ചെറിയ ടെക്നിക്സ് ഇന്ത്യയിലെ ചെറുകിട കച്ചവടക്കാരൊക്കെ, അതായത് ചെറുകിട നെയ്ത്ത് ജോലി ചെയ്തിരുന്നവരൊക്കെ കണ്ടുപിടിച്ചത്. ഇത്തരത്തിൽ ചർക്കയിൽ നൂല് നൂറ്റും അതുപോലെ തറികളിലും ഒക്കെയാണ് നൂലും പട്ടുമൊക്കെ നെയ്തിരുന്നതല്ലേ. എന്നിട്ട് അതുപോലെ അവർ തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളൊക്കെ ഉപയോഗിക്കുകയും അത്തരത്തിൽ ഇന്ത്യൻ തുണികൾ ലോക പ്രശസ്തി നേടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കട്ടിങ് പറയുന്നുണ്ട്. നിക്കോളോ കോണ്ടി എന്ന് പറയുന്ന സഞ്ചാരിയുടെയാണ്. അദ്ദേഹം വിജയനഗരത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാംതൂക്കായ മലനിരകൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. ശരിക്കും നിക്കോളോ കോണ്ടി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെത്തിയിട്ട് വിജയനഗരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നമ്മളിപ്പോൾ കണ്ടത്, ഇപ്പോൾ നമ്മൾ വായിച്ചത് കേട്ടോ. ഇനി നമ്മുടെ കാർഷിക രംഗത്തുണ്ടായ പുരോഗതി ശരിക്കും വാണിജ്യം ഒരുപാട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇപ്പം ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളായാലും തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, അതുപോലെ ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് ഇതൊക്കെ ശരിക്കും പുറംനാടുകളിൽ പ്രിയമുള്ള വിഭവങ്ങളായിരുന്നു. ആ സമയത്തും അതെ ഇപ്പോഴാണെങ്കിലും ഇതൊക്കെ നല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ തന്നെയാണ് അല്ലേ. ഏതൊക്കെയാണ്? തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവയൊക്കെ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെയുള്ള വിഭവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വ്യാപാരികൾ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങിയത്. ഇവിടെ ഇങ്ങനെയൊക്കെ കുറേ റിസോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ശരിക്കും പുറം നാടുകളിലുള്ള വ്യാപാരികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ ഇന്ത്യയിലേക്ക് എത്തുകയുണ്ടായി. അപ്പം ഏതൊക്കെ രാജ്യക്കാരാണ്? ശരിക്കും ചൈനക്കാർ വന്നിട്ടുണ്ട്, പിന്നെ അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, അങ്ങനെ അറിയാമല്ലോ നമുക്ക്. ശരിക്കും ബ്രിട്ടീഷുകാരും ഒക്കെ ഇവിടെ കച്ചവടത്തിന് വേണ്ടി തന്നെ വന്നവരായിരുന്നു. അപ്പം അതിന് മുന്നേ തന്നെ ഒരുപാട് രാജ്യക്കാർ വന്നിട്ടുണ്ട്. ചൈന,
അറബ്സ്, അതുപോലെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ തുടങ്ങി ഒട്ടനവധി വിദേശികളാണ് ശരിക്കും ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായിട്ട് എത്തിയിട്ടുള്ളത്. ഈവൻ ബിഫോർ ബ്രിട്ടീഷുകാർ വരുന്നതിനൊക്കെ ഒത്തിരി മുന്നേ തന്നെ. പിന്നെ നമ്മുടെ കോഴിക്കോടിനെ പറ്റിയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. സൈഡിൽ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ കോളത്തിൽ പറയുന്നുണ്ട്, കോഴിക്കോട് നിന്ന് പരുത്തി തുണിത്തരങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് തുറമുഖമുണ്ട്, അപ്പം അതുവഴി തന്നെ കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ തുണിത്തരങ്ങൾ ശരിക്കും യൂറോപ്യൻ വിപണിയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അതുപോലെ തന്നെ അവ യൂറോപ്യൻ വിപണിയിൽ അറിയപ്പെട്ടിരുന്ന പേര് കാലിക്കോ എന്നാണ്. അപ്പം ഇത്തരത്തിലുള്ള കോഴിക്കോട് നിന്ന് കയറ്റുമതി ചെയ്യുന്ന പരുത്തി തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ അറിയപ്പെട്ടിരുന്ന പേര് കാലിക്കോ എന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും കോഴിക്കോടിനെ കാലിക്കറ്റ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പം ശരിക്കും ഈ കോഴിക്കോടിനെ യൂറോപ്യന്മാർ വിളിച്ച പേരാണ് കാലിക്കറ്റ്. അപ്പോൾ കാലിക്കറ്റ് നിന്ന് പോകുന്ന തുണി ആയതുകൊണ്ടാവും അവരതിനെ കാലിക്കോ എന്ന് ആ പരുത്തി തുണിയെ വിളിച്ചിരുന്നത് അല്ലേ. അപ്പോൾ കാലിക്കോയും കാലിക്കറ്റും ഒക്കെ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. കോഴിക്കോടിനെ യൂറോപ്യന്മാരാണ് കാലിക്കറ്റ് എന്ന് വിളിച്ചിരുന്നത്. അവിടെ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന പരുത്തി തുണിത്തരങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു എന്ത്, കാലിക്കോ. യൂറോപ്യൻ വിപണിയിലാണ് അവ കാലിക്കോ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ 2 സഞ്ചാരികളുടെ വിവരണത്തിലേക്കാണ് പോകുന്നത്. ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മൊറോക്കൻ സഞ്ചാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് പറയുന്നത്, വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലതാബാദും എന്നുള്ളതാണ് ഇബ്നു ബത്തൂത്തയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി റാൽഫ് ഫിച്ച് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സഞ്ചാരി, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്തെ തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരമാണ്. അപ്പം ആഗ്രയും ഫത്തേപൂർ സിക്രിയും ഒക്കെ ലണ്ടനേക്കാളും വലുതാണ് എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ് ശരിക്കും റാൽഫ് ഫിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് പറഞ്ഞിട്ടുള്ളത് റാൽഫ് ഫിച്ച് ആണെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പം ഇനി ഇത്തരത്തിൽ ഒരുപാട് സഞ്ചാരികൾ നമ്മുടെ ഈ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരികളാണ് പ്രധാനമായിട്ടും ഇവർ 2 പേരും. മൊറോക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയും അതുപോലെ ഇംഗ്ലീഷ് സഞ്ചാരിയായിട്ടുള്ള റാൽഫ് ഫിച്ചും. അപ്പം അവർ ഇന്ത്യയിലെ നഗരങ്ങളെക്കുറിച്ച് നൽകിയിട്ടുള്ള വിശദീകരണമാണ് നമ്മൾ ഇപ്പം കണ്ടത് അല്ലേ. ഇനി നമുക്കെപ്പോഴും ഒരു നഗരങ്ങൾ എപ്പോഴാണ് വളർന്നു വരുന്നത്, അവിടെ ഒരുപാട് ഉൽപ്പാദന കേന്ദ്രങ്ങളോ ചന്തകളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ്, മാർക്കറ്റ് ആകുമ്പോഴാണ് അതൊരു വലിയ സിറ്റിയായി മാറുന്നത് അല്ലേ. അപ്പം അത്തരത്തിൽ തന്നെ ഒരുപാട് ഉൽപ്പാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ആ കാലഘട്ടത്തിൽ, മധ്യ കാലഘട്ടത്തിലുമൊക്കെ നഗരങ്ങൾ വളർന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വളർന്നു വന്ന ചില നഗരങ്ങളുടെ പേരുകളിവിടെ പറയുന്നുണ്ട്. ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയ നഗരങ്ങൾ അത്തരത്തിൽ വളർന്ന് വന്നിട്ടുള്ളവയായിരുന്നു. അപ്പം ആ സമയത്ത് അവിടെയുള്ള നഗരങ്ങളിൽ നിലനിന്നിരുന്ന തൊഴിലുകൾ ചെയ്തിരുന്നവരായിരിക്കുമല്ലോ നഗരവാസികൾ. അവരാരൊക്കെയായിരുന്നു? കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അതുപോലെ അടിമകൾ. ഇവരൊക്കെ നഗരവാസികളായിരുന്നു. ആരൊക്കെയാണ്? കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ. അത് നമ്മൾ അടിമകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവർ നഗരത്തിലല്ലായിരിക്കും എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അവരും നഗരവാസികളായിരുന്നു. ഓക്കെ, കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ തുടങ്ങിയവരായിരുന്നു നഗരവാസികൾ. അപ്പോൾ മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളുടെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെടാത്തവ ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡൽഹി, ആഗ്ര, നോർത്ത് നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. ഡൽഹി, ആഗ്ര, പിന്നെ താഴോട്ട് വന്നിട്ട് മുർഷിദാബാദ് വരുന്നുണ്ട്, അഹമ്മദാബാദ്, കൊൽക്കത്ത, ധാക്ക, സൂറത്ത്, പൈത്താൻ, ഹംപി, കാഞ്ചീപുരം. കാഞ്ചീപുരമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഹംപി തൊട്ടൊരു സൗത്തിലേക്ക് കടക്കുകയാണ്. ഹംപി, കാഞ്ചീപുരം, മഹാബലിപുരം, ഉറയൂർ, തഞ്ചാവൂർ, മധുര. കേരളത്തിലെ 3 പ്രദേശങ്ങൾ പറയുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. കോഴിക്കോട്, കൊച്ചി, കൊല്ലം. ഏതൊക്കെയാണ്? കോഴിക്കോട്, കൊച്ചി, കൊല്ലം എന്നിവയും ശരിക്കും മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്ന കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട്, കൊച്ചി, കൊല്ലം ഇവയാണ് കേട്ടോ. ഓർത്ത് വയ്ക്കാൻ നമുക്ക് ഇല്ലാത്തൊരു ഓപ്ഷന് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. കോഴിക്കോട്, കൊച്ചി, കൊല്ലം എന്നിവയാണ് മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ നഗരങ്ങൾ. ഓക്കെ, കോഴിക്കോടും കൊച്ചിയും കൊല്ലമൊക്കെ നമുക്കറിയാം കടൽ മാർഗ്ഗം തുറമുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതുവഴി ഒരുപാട് വ്യാപാരം നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പം അത് തന്നെയാണ് അതിൻ്റെ കാരണം. ഒരുപാട് കടൽ തീരം ഉള്ളത് കൊണ്ടും അതുവഴി ചരക്കുകളൊക്കെ കയറ്റി അയക്കാൻ സാധിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ചില തൊഴിൽ കേന്ദ്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ബർണിയർ എന്ന് പറയുന്ന ഒരു സഞ്ചാരിയുടെ വിവരണം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം. മറ്റൊന്നിൽ സ്വർണ്ണ പണിയെടുക്കുന്നവരും
പിന്നെ ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ബാർണിയർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു. അദ്ദേഹം തൊഴിൽ കേന്ദ്രങ്ങളെയും അതുപോലെ തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ചൊക്കെ വിവരിക്കുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം ഇത്തരത്തിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ കാർഖാനകൾ. എന്താണ് കാർഖാനകളെന്ന് നമുക്ക് നോക്കാം. കാർഖാനകളെന്ന് പറയുന്നത് മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. എന്താണ്? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ, അവർക്കൊക്കെ ഒരുപാട് ആഡംബര വസ്തുക്കളൊക്കെ വേണമായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം തൊഴിൽ കൂട്ടങ്ങളായിരുന്നു കാർഖാനകളിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് തൊഴിൽ ചെയ്യുന്നവരെ കാണാൻ സാധിക്കുമല്ലേ. എന്തൊക്കെയാണ്? ചിത്രത്തുന്നൽ നടത്തുന്നവരുണ്ടായിരുന്നു, സ്വർണ്ണപ്പണി എടുക്കുന്നവരുണ്ടായിരുന്നു, ചായം പൂശുന്നവർ, ചെരുപ്പുണ്ടാക്കുന്നവർ, അങ്ങനെ അത്തരത്തിൽ വെവ്വേറെ പണികൾ ചെയ്യുന്നവരെയായിരുന്നു ബർണിയർ കാർഖാനയിൽ കണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഉള്ള തൊഴിലുകൾ ചെയ്യുന്നവരായിരുന്നു കാർഖാനകളിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മധ്യകാല ഇന്ത്യയിലെ ജനജീവിതം എന്താണെന്ന് കൂടെ നോക്കിയിട്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പം ഇനി നമ്മൾ ടവർണിയർ എന്ന് പറയുന്ന ഒരു സഞ്ചാരിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് വായിക്കാൻ പോകുന്നത്. അദ്ദേഹം ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു. അപ്പോൾ ടവർണിയർ പറഞ്ഞത്, ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിയും വസ്ത്രധാരണത്തിനും ഭക്ഷണരീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു എന്നാണ് ടവർണിയറുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് അന്നത്തെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ ലഭിക്കും അല്ലേ. അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഭയങ്കര ആഡംബരത്തിൽ വസ്ത്രം ധരിക്കുന്നവരും ഉണ്ട്, എന്നാൽ പേരിന് വേണ്ടി വസ്ത്രം ധരിക്കുന്നവരും ഉണ്ടെന്നുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ആ സമയത്തെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു അസമത്വമൊക്കെ നിലനിന്നിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരുപാട് കാശുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഒരുപാട് ആഡംബരമൊക്കെ കാണിക്കാം, എന്നാൽ ഒട്ടും ദരിദ്രരായി ജീവിച്ചിരുന്നവരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത്. അപ്പം അത്തരത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ചില സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള അസമത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളതിൽ പറയുന്നത്. ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടം, അതായത് മധ്യകാലഘട്ടത്തിലെ ഉള്ള ഒരു സമ്പ്രദായം തന്നെയാണ് ശരിക്കും ഈ ഒരു ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത് എന്നുള്ളത്. പിന്നെ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചിരുന്നവരാരൊക്കെയായിരുന്നു? രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരായിരുന്നു ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചിരുന്നത്. താഴെത്തട്ടിലുള്ളവരാരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. കൈത്തൊഴിലുകളും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവരായിരുന്നു സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർ. അതുപോലെ അന്നത്തെ കാലം തൊട്ട് തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജാതികളുണ്ടായിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്നു മധ്യകാല ഇന്ത്യയിൽ. അപ്പം എന്തായിരുന്നു നമ്മുടെ സാമൂഹിക പദവികൾ നിർണ്ണയിക്കാനുള്ള ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി, ഉദ്യോഗം, സമ്പത്തൊക്കെ തന്നെയായിരുന്നു. ഉയർന്ന സാമൂഹിക പദവി അലങ്കരിച്ചിരുന്നവർ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതർ, അതുപോലെ ഉദ്യോഗസ്ഥർ ഒക്കെ ആയിരുന്നു. അതുപോലെ ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പം ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നവരുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്നു ഉയർന്ന പദവിയിലുണ്ടായിരുന്നത്. എന്നാൽ കൈത്തൊഴിലുകളും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവരൊക്കെ താഴെത്തട്ടിലുള്ളവരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അമീർ ഖുസ്രുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്ര കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. ശരിക്കും ഇന്ത്യയുടെ ഒരു വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിട്ട് ഇന്ത്യ എങ്ങനെ മാറുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് അമീർ ഖുസ്രുവിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത്. ചതുരംഗം, ചെസ്സ്, അതുപോലെ പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം തുടങ്ങിയവയൊക്കെ ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനകളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യക്കാർക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ സാധിക്കും, എന്നാൽ മറ്റുള്ളവർക്ക് എപ്പോഴും നമ്മുടെ ഭാഷയൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണല്ലേ. അതും അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെക്കാട്ടിലും ഇന്ത്യയിലേക്കാണ് ആൾക്കാർ വരുന്നത് അറിവ് തേടി, വിജ്ഞാനത്തിന് വേണ്ടിയെന്നാണ് അമീർ ഖുസ്രു അഭിപ്രായപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് ആ സമയത്ത് കുറച്ച് നമ്മുടെ സർവകലാശാലകൾ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് എവിടെയൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ശരിക്കും അത് കുറേ വിദ്യാകേന്ദ്രങ്ങൾ, അത്തരത്തിലുള്ള വിദ്യാകേന്ദ്രങ്ങളിലേക്ക് ഒരുപാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അറിവ് തേടിയെത്തിയത്. അപ്പം എവിടെയൊക്കെയായിരുന്നു ഈ വിദ്യാകേന്ദ്രങ്ങൾ നമുക്ക് നോക്കാം. ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി എന്നിവിടങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള വിദ്യാകേന്ദ്രങ്ങൾ നിലനിന്നിരുന്നത്. പിന്നെ ആ സമയത്ത് മധ്യകാല ഇന്ത്യയിൽ ആ ഒരു കാലഘട്ടത്തിൽ
ശരിക്കും ഇന്ത്യയിൽ ഉടലെടുത്ത ചില വിജ്ഞാന ശാഖകൾ പുരോഗതി നേടുകയുണ്ടായി. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നിവയൊക്കെയായിരുന്നു അത്. അപ്പം ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. നമ്മൾ ലീലാവതി രചിച്ചത് ആരാണെന്നുള്ള ചോദ്യമൊക്കെ പണ്ടൊക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലീലാവതി ആരുടെ രചനയാണെന്നൊക്കെ. ഭാസ്കരാചാര്യരാണ് ലീലാവതി എഴുതിയിട്ടുണ്ടായിരുന്നത്. അതൊരു ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ലീലാവതി എന്ന് പേര് കേൾക്കുമ്പോൾ വേറെ നോവലായിട്ടോ അങ്ങനെയൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതൊരു ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. അതുപോലെ ആ സമയത്ത് തന്നെ ഒരുപാട് കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുകയുണ്ടായി. വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ ചില സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. അതെവിടെയൊക്കെയായിരുന്നു? ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിലാണ് വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. ഈ 4 സിറ്റീസ് ഓർത്തു വയ്ക്കുക. വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് എവിടേക്കാണ്? ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ്. മാറിപ്പോതെ ഓർത്തു വയ്ക്കുക. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് ഇവിടങ്ങളിലാണ് വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. നമ്മൾ കുറച്ച് വിദ്യാകേന്ദ്രങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു. നളന്ദ സർവകലാശാലയും ഇതിൽ പെടും കേട്ടോ. നളന്ദ സർവകലാശാലയും പെടും. അതുപോലെ മറ്റ് വിദ്യാകേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു? ബനാറസ് യൂണിവേഴ്സിറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി എന്നിവിടങ്ങളിലെ വിദ്യാകേന്ദ്രങ്ങളും ഇവയിൽ പ്രസിദ്ധമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുവിധം എല്ലാവർക്കും ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് കാർഖാനകൾ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ആ സമയത്ത് മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു എന്ന് നോക്കി വയ്ക്കുക. അതിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള നഗരങ്ങൾ ഏതൊക്കെയാണ്? കോഴിക്കോട്, കൊച്ചി, കൊല്ലം എന്നുള്ള നഗരങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു കാലിക്കോയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാലിക്കറ്റും കാലിക്കോയൊക്കെ തമ്മിലുള്ളൊരു ലിങ്ക് അതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ജാഗിർദാരി സമ്പ്രദായം പറഞ്ഞിട്ടുണ്ടല്ലോ. മുഗൾ കാലഘട്ടത്തിലെ ജാഗിർദാരി, അതുപോലെ സൽത്താനത്ത് കാലഘട്ടത്തിലെ ഇഖ്ത. എന്തായിരുന്നു ആ സമ്പ്രദായം? ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം ഉള്ളത്. പിന്നെ കംപ്ലീറ്റ്ലി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ കുറേ എഴുത്തുകാരുടെ അവരുടെ വിവരണങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കാണുകയുണ്ടായി. അപ്പം അതുമൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇതാണ് നമ്മുടെ ഒരു സെക്കൻഡ് യൂണിറ്റിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് മറ്റൊരു ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീണ്ടും വേറൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.